ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. നമ്മളുടെ ഗോപ്രോ മച്ചാൻ എന്നുള്ള റിയാക്ഷൻ വീഡിയോയ്ക്ക് ഉപ്പും മുളകും പൊന്നു ഹസ്ബൻഡും ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തു. അതിൻ്റെ പ്രധാന കാരണം അവരെ റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നത് പൊന്നുവിൻ്റെ സ്വാർത്ഥമായിട്ടുള്ള സ്വഭാവവിശേഷം കാരണമാണ് അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട് അവൾ യോജിക്കാത്തത്. അവളുടെ അമ്മ, അച്ഛൻ, കുട്ടി, അവളുടെ ഭർത്താവ് എന്നുള്ള ഒരു ലോകത്താണ് അവൾ എന്നൊക്കെയുള്ള രീതിയിൽ അവരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ തന്നെ വിമർശിക്കേണ്ടത്. ഇത് കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം പൊന്നുവിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ എന്തുകൊണ്ടാണ് അവരെ അംഗീകരിക്കാത്തത്. അത് അവർ തന്നെ പറയുന്നുണ്ട്. ആ കുട്ടി ജാതി മാറി ചെല്ലാതെ അവരുടെ മരുമകളായിട്ട് അംഗീകരിക്കില്ല. എന്നാൽ വേണ്ട, എൻ്റെ ഭാര്യ ഇതുവരെ എങ്ങനെയാണോ വിശ്വസിച്ചത്, ഏത് ജാതിയിലാണോ, അത് അവളുടെ സ്വാതന്ത്ര്യം പോലെ അവളുടെ വ്യക്തിത്വത്തിന് ബഹുമാനം കൊടുത്തിട്ട് നീ അങ്ങനെ തന്നെ നിന്നാൽ മതി. എൻ്റെ വീട്ടിലെ നല്ല മരുമകളാവാൻ വേണ്ടി നീ ഒരിക്കലും ജാതി മാറരുത് എന്ന് പറയാനായിട്ട് ധൈര്യം കാണിച്ച ഒരു ഹസ്ബൻഡ് ഉള്ളതുകൊണ്ടാണ് അവൾക്ക് ഇപ്പോഴും അങ്ങോട്ട് പോകാൻ പറ്റാത്തത്. ഇപ്പോൾ ഗോപ്രോ മച്ചാൻ പറയണത് ഇതൊന്നും ശരിയല്ല. സ്വന്തം ഭാര്യ പറയണം ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട് നമുക്ക് യോജിച്ച് പോകണമെന്ന്. ഈ ഭാര്യയോ അല്ലെങ്കിൽ സ്വന്തം മകനുണ്ടായ കുഞ്ഞിനെയോ ഒരു നേരം പോലും ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റാതെ അവരുടെ ഒരു സ്വഭാവ വൈശിഷ്ട്യങ്ങളും അറിയാത്തൊരു പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടുകാരെ ഭർത്താവുമായിട്ട് അകറ്റി നിർത്തുകയാണെന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത്, എന്ത് ലോജിക്കാണുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. ഇനി അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വലിയ കാര്യമായിട്ടാണല്ലോ കല്യാണം കഴിച്ചത്, ലോകത്തുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞു, ഇത്രയും അപമാനിച്ച് ഇങ്ങനെയൊക്കെയാണല്ലോ വിവാഹം നടന്നത്. എന്താ കുഴപ്പം വിവാഹം നടന്നത്? അവൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെയിൽ തന്നെയാണല്ലോ അവരിപ്പോഴും ജീവിക്കുന്നത്, അയാളുടെ കുഞ്ഞിനെ പ്രസവിക്കുന്നു. ഇതിലൊക്കെ എന്താണാവോ ഈ കുലപുരുഷൻ ഇത്രയും കുരു പൊട്ടാനുള്ളത്? ഇനി അദ്ദേഹം പറയുന്നത്, അന്ന് ഈ രണ്ടാമത്തെ മകള് പോയി അമ്മയും അച്ഛനും ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു, കുറേ യൂട്യൂബേഴ്സിനെ അവർ വിളിച്ചിരുന്നു. അതിൻ്റെ യഥാർത്ഥ സ്ഥിതി ഇതൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിരിക്കും. എങ്ങനെ വിളിക്കാതിരിക്കും? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ നേരെ വളച്ചൊടിച്ച് ഇവർക്ക് ജീവിക്കാൻ പറ്റാത്ത വിധം ആവരുതെന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള നിജസ്ഥിതിയാണ്, ഇതാണ് കാര്യം, അതുകൊണ്ടാണ് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ളതിൻ്റെ സത്യാവസ്ഥ ഒരു പബ്ലിക് മീഡിയയിൽ നിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അവർക്ക് കുറേ യൂട്യൂബേഴ്സിനെ ബോധിപ്പിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഇവരൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ വരെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്താൻ ഒരുപാട് യൂട്യൂബേഴ്സിനോട് സംസാരിക്കുന്നു. ഒരു അച്ഛനും അമ്മയും അവരുടെ ഏറ്റവും വേദന ഉള്ള നിമിഷത്തിൽ അത് പങ്കുവെക്കാനായിട്ട് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ഉടനെ അത് ഈ പറഞ്ഞ പോലെ തന്നെ എന്നാൽ പിന്നെ കച്ചവട മനോഭാവത്തിൽ ഇതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെക്കോർഡ് ചെയ്ത് അങ്ങനെ പിടിച്ചു കളയാമെന്ന് വിചാരിക്കുന്നതൊക്കെ വളരെ മോശം ആറ്റിറ്റ്യൂഡാണ്. എന്തൊക്കെയായാലും അയാൾ പറയുന്നുണ്ട്, ഇവറ്റകളൊക്കെ എങ്ങനെയാണ് സമൂഹത്തിനെ ഫേസ് ചെയ്യുന്നത്, ഇവർക്കൊക്കെ പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഇവർക്ക് ഇറങ്ങി നടക്കാൻ പറ്റണു. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി അയൽവക്കക്കാരുടെ മുഖത്ത് നോക്കാൻ പോലും മടിക്കും. ഇവർ ഇങ്ങനെ മാനം കെട്ടിട്ടും ഇവറ്റങ്ങളൊക്കെ എങ്ങനെയാണ് പൊതുസമൂഹത്തിനെ ഫേസ് ചെയ്യാൻ പറ്റാത്തതായിട്ട് അവരുടെ മക്കൾ അവരോട് എന്താ ചെയ്തത്? ഈ പെൺകുട്ടികൾ സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കുന്നു, അവരുടെ ഇഷ്ടമുള്ള ആളുകളുമായിട്ട് പോകുന്നു. വിവാഹം നിശ്ചയിച്ച ഒരു മകള് ആ നിശ്ചയിച്ച ആളുടെ കൂടെ തന്നെ നിർഭാഗ്യകരമായിട്ടുള്ള ചില അവരുടെ വീട്ടിലുണ്ടായ അവസ്ഥ മൂലം പോണ്ടി വന്നു. ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അല്ലാണ്ട് മക്കൾ കൊലപാതകികളോ കഞ്ചാവിനോ മയക്കുമരുന്നിനോ പിടിച്ചവരോ അതല്ല സ്വന്തം വീട്ടിൽ തന്നെ 5-6 പേരെ കൊന്നവരോ അങ്ങനെയൊക്കെയുള്ളവർ പോലും സമൂഹത്തിൽ മുഖ്യധാരയുടെ ഭാഗമായിട്ട് ജീവിക്കുമ്പോൾ ഈ അച്ഛനും അമ്മയും മക്കളും ഒന്ന് അവരുടെ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ആ അച്ഛനും അമ്മയും പൊതുസമൂഹത്തിൽ ഒന്നും ഇടപഴകാതെ അവരിങ്ങനെ ആ ഇരുട്ടറയ്ക്കുള്ളിൽ ഒരു റൂമിൽ അടച്ചിരുന്ന് കരയണോ? ഈ താഴെയുള്ള 2 കുട്ടികളെ മച്ചാൻ എടുത്തങ്ങോട്ട് ദത്ത് വളർത്തുമായിരിക്കും. ഇനി അവരുടെ ജീവിതം അവരുടെ കരിയറൊക്കെ അവർ ശ്രദ്ധിക്കണ്ടേ? അവർ സൃഷ്ടിച്ച 2 കുട്ടികൾ ബാക്കിയുണ്ട്. ഈ 2 മക്കൾ അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് പോകുന്നു. ആ രണ്ടാമത്തെ മകളുടെ കല്യാണം ഗംഭീരമായിട്ട് നടക്കുന്നു. ആ കുട്ടി സന്തോഷമായിട്ട് ജീവിക്കുന്നു, മൂത്ത മകൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പിന്നെ ഇവർ പൊതുസമൂഹത്തിനെ എന്തിനു പേടിക്കണം? മക്കൾ ഉണ്ടാക്കി വയ്ക്കുന്ന എല്ലാ കാര്യത്തിനും ഉത്തരവാദിയായിട്ട് അച്ഛനും അമ്മയും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കണോ? പൊതുസമൂഹത്തിനെ ബാധിക്കും പോലും. അതിന് എതിരായിട്ട് കൃത്യമായിട്ട് പൊന്നുവിൻ്റെ അമ്മ അല്ലെങ്കിൽ ഉപ്പും മുളകും ലൈറ്റിലെ അമ്മ റിയാക്ട് ചെയ്യുന്നുണ്ട്. നമുക്കതൊന്ന് കാണാം. മക്കൾ ഒളിച്ചോടി പോയ അച്ഛനമ്മമാരും സമൂഹത്തിൻ്റെ മുന്നിൽ ഇറങ്ങാനോ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ ആൾക്കാരിൽ നോക്കും എന്ന്. അപ്പോൾ നമ്മളെ പറഞ്ഞത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കിടന്ന് നരകിച്ച് പുഴുത്ത് ചാവണമെന്നാണ് ഉദ്ദേശിച്ചത്. പുറലോകത്ത് ആരെയും കാണാൻ എന്താണ് ഉദ്ദേശിച്ചത് എനിക്കത് വ്യക്തത ഇല്ല കേട്ടോ. പിന്നെ എനിക്ക് ഇയാളോട് പറയണം, ഇയാളെ ലൈഫ് മൊത്തം കഴിഞ്ഞിട്ടില്ല, ഇയാൾക്കൊണ്ട് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഇതൊക്കെയുള്ളൊരു വ്യക്തിയാണല്ലോ ഈ പറയണത്. പിന്നെ പൊന്നുവിനെ പറഞ്ഞാൽ അത് പൊന്നു കോപ്പറേറ്റ് കൊടുക്കാൻ. അപ്പോൾ മച്ചാനോട്, എടോ മനുഷ്യ, എടോ നല്ലവനായ ഉണ്ണി,
മക്കള് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ എന്ന് പറയാനായിട്ട് അവർ കഞ്ചാവോ അല്ലെങ്കിൽ മയക്കമരുന്നോ അങ്ങനെയുള്ള ലഹരി കേസിൽ പിടിക്കുകയെ അല്ലെങ്കിൽ അവരൊരാളെ കൊല്ല് ഇതൊന്നും ചെയ്യാത്തിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള ഇണയെ കണ്ടെത്തി അവർ വിവാഹം കഴിക്കുന്നു, അന്തസ്സായിട്ട് ജീവിക്കുന്നു. ഒരു കുടുംബ വ്യവസ്ഥയിൽ ഭാര്യയും ഭർത്താവും ആവണമെങ്കിൽ അത് ഫോർമലായിട്ട് വീട്ടുകാർ ചെയ്യുന്ന അറേഞ്ച്ഡ് മാരേജോ അല്ലെങ്കിൽ ലവ് മാരേജോ, ഈ രണ്ട് ഓപ്ഷൻ സമൂഹത്തിലുള്ളതാണ്. ലവ് മാരേജ് അവർ തിരഞ്ഞെടുത്തു, അവർ വിവാഹം കഴിച്ച് ജീവിക്കുന്നു, രണ്ടാമത്തെ കുട്ടിയുടെ വിവാഹവും നന്നായി കഴിക്കുന്നു. ലവ് മാരേജ് ചെയ്തതുകൊണ്ട് ഈ അച്ഛനും അമ്മയും റൂമിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കണം, ബാക്കിയുള്ള ആ 2 കുട്ടികളെ വേറെ ആർക്കെങ്കിലും വളർത്താൻ കൊടുക്കണം, ഇങ്ങനെയൊക്കെ പറയുന്ന കുലപുരുഷനോട് പിന്നെ അദ്ദേഹം പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അതായത് എനിക്ക് ചെറിയൊരു കാര്യം എൻ്റെ വീട്ടിലുണ്ടായാൽ പോലും പുറത്തുള്ളവരുമായിട്ട് അല്ലെങ്കിൽ അയൽവക്കക്കാരെ ഫേസ് ചെയ്യാൻ മടിയാ. ഇവറ്റങ്ങൾ ഇത് എന്താണ് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കണത്. എനിക്ക് അത് കേട്ട് അത്ഭുതമാവും. പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാനാവാത്ത വിധം അവരെ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് അവർക്ക് ഇറങ്ങി നടക്കാൻ പാടില്ല, അവരിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ 24 മണിക്കൂർ ഇരിക്കണം. കാരണം അവരുടെ മക്കൾ 2 പേരും അവരുടെ ഇഷ്ടത്തിന് വിവാഹം കഴിച്ചു, അതാണ് വലിയൊരു കുറ്റം. പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്, അതായത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായി, എനിക്ക് നാട്ടുകാരെ ഫേസ് ചെയ്യാൻ ഉണ്ട് ഞാൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മക്കളോ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നാളെ അവർ ഇങ്ങനെയൊക്കെ ഒരു ഇഷ്യൂകളിൽ ഏർപ്പെടുമ്പോൾ ഇദ്ദേഹം ഉടനെ വീടിൻ്റെ ഉള്ളിൽ കഥകടച്ച് പുറത്തുനിന്ന് പൂട്ടിക്കോളാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയായിരിക്കും അല്ലേ, മരിക്കണവരെ. അതായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു. എന്തായാലും ഒരു കാര്യം പറയാനുള്ളത്, ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കണ പോലെ ഈ ഉജാല മുക്കി നല്ല തേച്ച് വെടുപ്പാക്കിയ മുണ്ട് പോലെ ഒന്നല്ല. അതിൽ കറകൾ വരും, ചളി വരും, പല രീതിയിലുള്ള ആക്ഷേപങ്ങളും ഒക്കെ നമുക്കെതിരെ പല രീതിയിലും സമൂഹത്തിൽ നിന്ന് പല സന്ദർഭങ്ങളിലും നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോഴൊക്കെ അതിനെ ഫേസ് ചെയ്യാൻ മടിച്ചിട്ട് ഉടനെ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വാതിലടയ്ക്കുന്നത് ഏറ്റവും നല്ല ശരിയായ ഏർപ്പാടാണെന്നാണ് അദ്ദേഹം പറയണത്. പിന്നെ കുലപുരുഷനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊന്നും പെടില്ല. കാരണം വലിയ കുടുംബസ്ഥനാണല്ലോ, വീട്ടുകാരെയൊന്നും അവരൊക്കെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നാണ് അദ്ദേഹം സമർപ്പിക്കുന്നത്. ഒരു അച്ഛനും അമ്മയും നീറി ഇല്ലാതാവുന്നതിൻ്റെ മാക്സിമം അവർ നീറി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പേടി കൊണ്ടാണ് ഇയാളെയൊക്കെ വിളിച്ച് ഫോണിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഇവന്മാരെയൊക്കെ വിളിച്ച് തങ്ങളുടെ ജീവിതത്തിൽ ആ മർമ്മപ്രധാനമായിട്ടുള്ള സമയത്ത് ഇതൊക്കെയാണ് ഉണ്ടായതെന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരുന്ന ആ അച്ഛൻ്റെ അമ്മയുടെയും ഗതികേടുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനം. കാരണം അല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഈവൻ ഞാനുൾപ്പെടെ അതിൻ്റെയൊക്കെ ഘടകവിരുദ്ധമായിട്ടുള്ള കഥകൾ അവരെ പറ്റി പറയുമ്പോൾ അത് കേട്ട് നിൽക്കാനോ അല്ലെങ്കിൽ കണ്ട് ഇരിക്കാനോ ഉള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള 5-6 ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെ വിളിച്ചത് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്, നിങ്ങൾ ഈ പറയുമ്പോൾ ഒരിക്കലും ഞങ്ങളിത് ഇങ്ങനെ പറയരുത്, ഇതൊക്കെയാണ് നിജസ്ഥിതി എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം. നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങൾ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുക്കളായാൽ പോലും മാക്സിമം പറയാതിരിക്കുക. പ്രത്യേകിച്ച് അവർക്ക് പറയേണ്ടി വന്നത് അവരൊരു പബ്ലിക് മീഡിയയുടെ ഭാഗമായിട്ടിരിക്കുന്നതുകൊണ്ടേ ഇത് പറഞ്ഞില്ലെങ്കിൽ അതിനേക്കാളും അപ്പുറമാവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫാമിലി യൂട്യൂബേഴ്സിൻ്റെ ഗതികേട് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഏറ്റവും സങ്കടകരമായിട്ട് നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് വിവാഹം എന്നുള്ള ഒരുപാട് സ്വപ്നങ്ങളുടെ ഇടയിൽ അതൊക്കെ തച്ചൊടിച്ചൊരു മകള് അവളുടെ വിവാഹം നിശ്ചയിച്ച പുരുഷൻ്റെ വീട്ടിലേക്ക് തങ്ങളുടെ സമ്മതമില്ലാതെ പോകുമ്പോൾ അത്ര തകർന്നിരിക്കുന്ന അവസ്ഥയിലും തങ്ങളുടെ നിരപരാധിത്വം വെളിപ്പെടുത്താനായിട്ട് ഇവരെയൊക്കെ വിളിച്ച് പറയേണ്ടി വരുന്ന അച്ഛൻ്റെ അമ്മയുടെയും ഗതികേട് തന്നെയാണ്. ഇതൊക്കെയായാലും എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.